എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2010 റിലീസായ രഞ്ജിത്ത് സംവിധാനം ചെയ്ത മമ്മൂട്ടി അഭിനയിച്ച പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമ വളരെയധികം പ്രേക്ഷകരെല്ലാം ഓർത്തിരിക്കുന്ന ഒരു മൂവിയാണ്. അതിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവിയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ തൃശൂർ സ്ലാങ്ങും അതോടൊപ്പം തന്നെ സെയിന്റുമായിട്ട് ഫ്രാൻസിസ് എന്ന സെയിന്റുമായിട്ട് മമ്മൂട്ടിയുടെ സംഭാഷണവും എല്ലാം അതിൽ വളരെ മനോഹരമായിട്ട് തന്നെ പകർത്തിയിട്ടുണ്ട്. അതിൽ തുടക്കത്തിൽ തന്നെ മമ്മൂട്ടിക്ക് ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, ഈ പ്രാഞ്ചേട്ടൻ എന്ന ക്യാരക്ടറിന് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം മരിച്ചുപോയവരെ കാണുന്നു, അങ്ങനെയൊക്കെ ദർശനങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള ഒരു മരിച്ചുപോയവരോട് സംസാരിക്കുന്നു, ആത്മാക്കളോട് സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തെ, അങ്ങനെയുള്ള എക്സ്ട്രാ സെൻസറി കാര്യങ്ങളുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ തന്നെ പ്രസന്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചില നിഷ്കളങ്കത ഉണ്ട് എന്ന് തെളിയിക്കാനൊക്കെ ആയിരിക്കാം ചിലപ്പോ സംവിധായകൻ അല്ലെങ്കിൽ കഥാകൃത്ത് അങ്ങനെ അവിടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ അദ്ദേഹത്തിന്റെ ലൈഫിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫ്, അദ്ദേഹം തന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തുകയാണ്. എന്താണ് അദ്ദേഹം സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്നത്, എവിടെ വെച്ചാണ് അദ്ദേഹം സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്നത്? ഈ സെൽഫ് റിഫ്ലക്ഷൻ നടക്കുന്നത് അദ്ദേഹം ഒരു പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഫ്രാൻസിസ് പുണ്യാളൻ ഒരു മനുഷ്യനായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക്, ഒരു ജീവനുള്ള ആ ഒരു മനുഷ്യനായി, ആ പ്രതിമ ജീവനുള്ള മനുഷ്യനായി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുകയും ആ പ്രതിമയോട് തന്റെ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അനുഗ്രഹം എവിടെ കിട്ടിയാലും, അത് പാക്കറ്റിൽ കിട്ടിയാലും മലയാളികളെല്ലാവരും പോകും എന്നുള്ള പുണ്യാളന്റെ ഒരു സർക്കാസ്റ്റിക് റിമാർക്ക് ഒരു എന്താ പറയാ, ഒരു സാധാരണ മലയാളിയെ റെപ്രസെന്റ് ചെയ്യുന്ന മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രാഞ്ചേട്ടൻ എന്ന ക്യാരക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എല്ലാ മനുഷ്യരെയും പോലെ തന്നെ അദ്ദേഹം ഒരു പേരുണ്ടാക്കാനായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. അദ്ദേഹം അത് പുണ്യാളനോട് തുറന്നു പറയുന്നുണ്ട്. ഈ സിനിമ മുഴുവനും അദ്ദേഹവും പുണ്യാളനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിട്ടാണ് പോകുന്നത്, ഒരു കോൺവെർസേഷൻ. അപ്പൊ ഈ കോൺവെർസേഷനിൽ അദ്ദേഹം ഈ പുണ്യാളനോട് തുറന്നു പറയുന്നുണ്ട്, അതായത് ഞാനൊരു പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ചെറുപ്പത്തിലേ മുതലേ ഒരു കളിപ്പേരുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെറുപ്പത്തിൽ ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കളിപ്പേര് ഉണ്ടായിരിക്കും. അപ്പൊ ഈ കളിപ്പേര് അദ്ദേഹത്തെ വളർന്നു വലുതായിട്ടും വിട്ടുപോയിട്ടില്ല. അരിപ്രാഞ്ചി എന്നുള്ള ഒരു പേര്, മുന്ന് വന്ന ഒരു പേരാണ് അരിപ്രാഞ്ചി എന്നുള്ള ആ ഒരു പേര്. അപ്പൊ ഈ അരിപ്രാഞ്ചി എന്നുള്ള ആ ഒരു പേര് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം അദ്ദേഹം തുറന്നു പറയുകയാണ്. അങ്ങനെ ലൈഫിൽ നടന്ന ഓരോ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രഷ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു സുഹൃത്ത് ഈ അദ്ദേഹത്തിന്റെ ക്രഷിനെ സ്വന്തമാക്കുകയും, അങ്ങനെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം എണ്ണം പെറുക്കി എന്ന പോലെ തുറന്നു പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹം പുണ്യാളനോട് തുറന്നു പറയുകയാണ്. അപ്പൊ ഇതൊരു സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് മെഡിറ്റേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ മെന്റൽ ടൈം ട്രാവൽ ടു വൺസ് ഓൺ ലൈഫ്. അദ്ദേഹം തന്നെ ഒരു മെന്റൽ ടൈം ട്രാവൽ അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് നടത്തുകയാണ്. ഈ മീറ്റിംഗ് പോയിന്റിൽ, പുണ്യാളും അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് പോയിന്റിൽ നടക്കുകയാണ്. അപ്പോ അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ, അതായത് ഒരു ബ്രോക്കൺ പാസ്റ്റ് ഉള്ള, അതായത് അപ്പനും അമ്മയും മര്യാദ എന്താ പറയാ, ശരിക്കും ചിലപ്പോൾ അടുത്തുണ്ടായിട്ടും അവർക്ക് പരിഗണിക്കാത്ത ഒരു രീതിയിൽ, അല്ലെങ്കിൽ പരിഗണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ്, അത് നമ്മൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ കുട്ടി ഒരു ബ്രോക്കൺ പാസ്റ്റിലേക്ക് വരുന്നത്. ആ ബ്രോക്കൺ പാസ്റ്റിനെ ഇദ്ദേഹം കണ്ടെത്തുകയും അങ്ങനെ ഈ കുട്ടിയെ മാറ്റാനായിട്ട് ശ്രമിക്കുകയും ഈ കുട്ടിയെ പഠിപ്പിക്കാനായിട്ടൊക്കെ അദ്ദേഹം ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുണ്യാളൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യ ഹൃദയത്തെ പിടിച്ചുയർത്തുമ്പോഴാണ് നമ്മളെല്ലാവരും വലിയ വ്യക്തികളാവുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ കാണാം, അദ്ദേഹത്തിന് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പേരിന് വേണ്ടി പല കാര്യങ്ങളും ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിയത് അദ്ദേഹം ചെയ്ത ഈ ഒരു സിംഗിൾ ഇൻസിഡന്റ് ആണ്. അതായത് ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ച ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് തന്നെ കടന്നു വരികയാണെങ്കിൽ, നമ്മുടെ ലൈഫിലും ഇങ്ങനെയുള്ള കുറെ ഇൻസിഡൻസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിന് നമുക്ക് വേണ്ടത് ഒരു സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ളത്. ഇപ്പൊ ഒരു ഫിസിക്കലി ഒരു പുണ്യാളനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭഗവാനോ ആരെങ്കിലും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്കത് പറഞ്ഞു തരുന്നില്ല. പക്ഷെ നമുക്ക് ഒരു സെൽഫ് റിഫ്ലക്ഷനിലൂടെ അത് കണ്ടെത്താനായിട്ട് സാധിക്കും, ഒരു മെന്റൽ ടൈം ട്രാവൽ ചെയ്യുന്നതിലൂടെ. അപ്പൊ എവിടേക്കാണ് നമ്മൾ ഈ മെന്റൽ ടൈം ട്രാവൽ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മെന്റൽ ടൈം ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ തന്നെ ഒരു
ഒരു എപ്പിസോഡിക് മെമ്മറിയിലേക്കാണ്. എന്താണ് ഈ എപ്പിസോഡിക് മെമ്മറി? ലോങ് ടൈം മെമ്മറിയുടെ ഭാഗമാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച ഈ അക്ഷരമാല അല്ലെങ്കിൽ ABCD അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഏത് ഉറക്കത്തിൽ നമ്മളോട് ചോദിച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. കാരണം അത് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ചില ഇൻസിഡൻസ്, എക്സ്പീരിയൻസസ്, നമ്മുടെ ലൈഫിൽ സംഭവിച്ച സന്തോഷവും തരുന്നതും അതുപോലെ ദുഃഖം തരുന്നതുമായിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ഇതുപോലെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസിന്റെയാണ് എക്സ്പീരിയൻസുകളുടെ മെമ്മറിനെയാണ് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൽഫ് റിഫ്ലക്ഷനിൽ പ്രാഞ്ചിയേട്ടനിൽ മമ്മൂട്ടി സെയിന്റിന്റെ സാന്നിധ്യത്തിൽ ചെയ്ത പോലെയുള്ള ആ ഒരു ഇതിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എപ്പിസോഡിക് ആയിട്ട് റിമെമ്പർ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കും എപ്പിസോഡിക്കലി നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെ ഓരോന്നായിട്ട് റിഫ്ലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്കൊരു പ്രോപ്പർ ലൈറ്റ് വേണം, പ്രോപ്പർ ഒരു ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ വേണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് വേണം. അപ്പോൾ അതിന് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് നമുക്ക് പല രീതിയിലൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ തന്നെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത് വഴിയായിട്ട് അതിനെ തന്നെ ഒരു വിറ്റ്നസ്, ഒരു സാക്ഷി എന്ന രീതിയിൽ മാറി നിന്നുകൊണ്ട് നമ്മൾ അതിനെ കാണുന്നത് വഴി അതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചിലരോട് അവരോട് സംസാരിക്കുന്നത്, ചിരിക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, നമ്മൾ അവരോടൊത്ത് ഉല്ലസിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അപ്പൊ ഈ ലൈഫ് എല്ലാം ഒരു കളക്ഷൻ ഓഫ് എക്സ്പീരിയൻസ് ആണെന്ന് നമുക്കറിയാം. ഈ കളക്ഷൻ ഓഫ് എക്സ്പീരിയൻസിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും എത്തി നോക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെൽഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ വിടാതെ ഒരു ഒബ്സർവർ എന്ന രീതിയിൽ മാറി നിന്നുകൊണ്ട് നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതിനെ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിലേക്ക് പുതിയ ഇൻസൈറ്റുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ, അതിൻ്റെ സമയം, അത് നടന്ന ആ ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ നടന്ന ആ ഒരു സാഹചര്യവും സമയവും നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് വഴിയായിട്ട് നമുക്ക് അതിന് കൂടുതൽ വെളിച്ചം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമുക്കൊരു പുണ്യാളന്റെയോ അല്ലെങ്കിൽ ഒരു ഭഗവാന്റെയോ ഒക്കെ ഒരു സഹായത്തോടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതായിട്ട് നമ്മളെ തന്നെ വിചാരിച്ച് അതിലേക്ക് കൂടുതൽ കോൺഫിഡൻസും അതിൽ നിന്ന് കൂടുതൽ ഉൾക്കാഴ്ചകളും നമുക്ക് സ്വന്തമാക്കുകയും ഇതിനെയെല്ലാം ഒരു ആക്സെപ്റ്റൻസ് മൈൻഡോടുകൂടെ, അല്ലെങ്കിൽ ഒരു വാച്ചർ അല്ലെന്നുള്ള ഒരു എന്റർടൈൻമെന്റ്, ഒരു സിനിമ കാണുന്ന ഒരു പ്രതീതിയോടുകൂടെ നമ്മൾ വാച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്ത നല്ല എലമെന്റുകൾ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസുകൾ, ഇപ്പൊ പ്രാഞ്ചിയേട്ടൻ എടുത്ത ആ ഒരു ഡിസിഷൻ പോലെ, അവസാനം കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു ഡിസിഷൻ പോലെ നമുക്കും നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് അവിടെയും നമ്മളെ സഹായിക്കും. So let us strive for this self reflection with our full mind and spirit. Thank you, dear friends.